ആരോഗ്യരംഗത്ത് കേരളം കുതിക്കുകയാണ്. ലോകത്തിൽ ലഭിക്കുന്ന ഏറ്റവും മികച്ച ചികിത്സ ഇന്ന് നമ്മുടെ കൊച്ചു കേരളത്തിൽ ലഭ്യമായി കഴിഞ്ഞു. അതും വിളിപ്പാടകലെ. ആധുനിക ചികിത്സാ രീതികൾ നമുക്ക് നൽകുന്ന സുരക്ഷിതത്വബോധം അത് ഒന്നു വേറെ തന്നെയാണ്. എന്നാൽ മികച്ച ചികിത്സക്ക് ചിലവേറും. ഈ ചിലവുകൾ മലയാളികളെ കടക്കെണിയിലാക്കുന്നു. വാഹനങ്ങൾക്ക് കൃത്യമായി ഇൻഷുറൻസ് എടുക്കുന്ന നാം എന്തുകൊണ്ട് ആരോഗ്യ ഇൻഷുറൻസിനെ കുറിച്ച് ഗൗരവമായി ചിന്തിക്കുന്നില്ല? നവംബർ 15 ശനിയാഴ്ച രാത്രി 7 ആരോഗ്യ ഇൻഷുറൻസിന്റെ വഴികളിലൂടെ നേർരേഖ സഞ്ചരിക്കുന്നു. കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് കോ-ഫൗണ്ടർ ഫർഹാൻ യാസിൻ, സ്റ്റാർ ഹെൽത്ത് അഡ്വൈസർ മുഹമ്മദ് ഹിഷാം എന്നിവർ നേർരേഖയിൽ എത്തുന്നു. ആശുപത്രി ബില്ലടയ്ക്കാൻ വേണ്ടി സോഷ്യൽ മീഡിയ പിരിവ് നിർത്താം. ആശുപത്രി ബില്ലടയ്ക്കാൻ വേണ്ടി ബക്കറ്റ് പിരിവ് നിർത്താം. ആശുപത്രിയിൽ ബില്ലടയ്ക്കാൻ വേണ്ടി നമ്മൾ സ്വർണ്ണപ്പണയം നിർത്താം. ബില്ലടയ്ക്കാൻ വേണ്ടി വീട് പണയം വെക്കാം. വായ്പ എടുക്കണമെങ്കിൽ 10% പലിശ ബാങ്കിൽ കൊടുത്തിട്ടാണ് ആശുപത്രി ബില്ലടയ്ക്കാൻ വായ്പ എടുക്കുന്നത്. ഇതെല്ലാം നമുക്ക് നിർത്താം. അപ്പം ഞാൻ ആലോചിക്കുന്ന ഇടാ, നിനക്ക് 1.25 ലക്ഷം രൂപയുടെ ഫോൺ ഉപയോഗിക്കാൻ പറ്റും. 1.25 ലക്ഷം രൂപയുടെ ഫോൺ അടയ്ക്കാൻ നീ മാസം ഒരു 4000 രൂപ 5000 രൂപ നീ മാസം അടവ് ഈ ഫോണിന് വേണ്ടി അടയ്ക്കുന്നു. ശമ്പളത്തിൻ്റെ ഏതാണ്ട് ഒരു 30% പൈസ അവൻ ഈ ഫോണിന് വേണ്ടി അടച്ചു കഴിഞ്ഞു. അതേസമയം അവൻ പറയുകയാണ് ഒരു ദിവസം വെറും 20 രൂപ ചെലവ് വരുന്ന ഹെൽത്ത് ഇൻഷുറൻസ്, അല്ലെങ്കിൽ ഒരു മാസം വെറും 600 രൂപ ചെലവ് വരുന്ന ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ എനിക്ക് ആവശ്യമില്ല എന്ന് പറയുന്നത് നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തെ ഒരു പോരായ്മയായിട്ട് ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ്. നമുക്കിപ്പം വരുന്ന ഇൻഫ്ലേഷൻ, ഇപ്പോൾ ഓരോ വർഷം കൂടുന്ന വിലവർദ്ധനവ്, ഈ വിലവർദ്ധനവിലൊക്കെ നമുക്ക് ഏറ്റവും ഒരു ഹോസ്പിറ്റൽ കേസ്, നമുക്ക് നല്ലൊരു ട്രീറ്റ്മെന്റ് വേണ്ട ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റൽ അഡ്മിറ്റ് കേസ് വന്നാൽ എങ്ങനെയും ഒരു 1 ലക്ഷത്തിന് മേലെ എന്തായാലും വരും. ഇപ്പോൾ 2 ലക്ഷം രൂപയൊക്കെ 1 ലക്ഷം നമുക്ക് ആൾക്കാരെ സമാധാനത്തിന് നമുക്ക് പറയാനേ ഉള്ളൂ. ശരിക്കും നമുക്ക് 2 ലക്ഷം രൂപയ്ക്ക് മേൽപോട്ടൊക്കെ നമുക്ക് എന്തായാലും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് കേസ് വരും. ഒരു സാധാരണക്കാരൻ, ഒരു ഡെയിലി ഒരു കൂലി ജീവിക്കുന്ന ഒരാൾക്ക് ഒരു 2 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ ഇന്നും എത്തിപ്പിടിക്കാൻ പറ്റാത്തൊരു സ്വപ്നം തന്നെയാണ്. ഇപ്പോൾ റീസെൻ്റ് എനിക്ക് വന്നൊരു കസ്റ്റമറിൻ്റെ ഒരു എൻക്വയറി, ആ പുള്ളിക്കാർ ഇവിടെ ഒരു പ്രമുഖ ഹോസ്പിറ്റലിൽ അവരുടെ ഫാദറിനെ ട്രീറ്റ് ചെയ്താണ്. അവർ അത്യാവശ്യം കുഴപ്പമില്ലാതെ സാമ്പത്തിക സ്ഥിതിയുള്ള ഒരു വ്യക്തിയാണ്. അവർ ഇൻഷുറൻസ് എടുക്കാനുള്ള മെയിൻ കാരണം അവർ അച്ഛൻ ഹോസ്പിറ്റലിൽ കിടന്ന് 2-3 മാസമേ ആ പുള്ളി ഉണ്ടായിരുന്നുള്ളൂ, ജീവനോട് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ആ സമയം കൊണ്ട് അവർക്ക് വന്ന സാമ്പത്തിക ബാധ്യത അത്രയും വലുതാണ്, ഒന്നും ഉണ്ടായിരുന്നില്ല. അതിനുശേഷമാണ് ഭയന്നിട്ട് അവർ ഇൻഷുറൻസ് എടുത്തത് തന്നെ. ചികിത്സാ ചെലവുകൾക്കായി നവമാധ്യമങ്ങളിൽ കൈകൂപ്പാതിരിക്കാൻ, പൊട്ടിക്കരയാതിരിക്കാൻ, ആരുടെ മുന്നിലും ഇരക്കാതിരിക്കാൻ കാണുക നേർരേഖ.